നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. പ്രേക്ഷകർക്ക് KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കേരള മുസ്ലിം ജമാഅത്ത് മാനവരക്ഷാ ക്യാമ്പയിന് തുടക്കമായി. ബേപ്പൂർ ഖാദിയും പ്രമുഖ പണ്ഡിതനുമായ PT അബ്ദുൽ ഖാദർ മുസ്ലിയാർ അന്തരിച്ചു. ഇന്ന് രാവിലെയായിരുന്നു വിയോഗം. കരിപ്പൂർ വിമാനത്താവളത്തെ തകർക്കാൻ നടക്കുന്ന ഗൂഢാലോചനയിൽ പ്രതിഷേധിച്ച് നവംബർ 3 SYS എയർപോർട്ട് മാർച്ച് വൻ വിജയമാക്കണമെന്ന് ICF. തന്റെ ബന്ധുക്കൾ അനധികൃത നിയമനം നേടിയെന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വഞ്ചിയൂർ കോടതിയിൽ മാധ്യമപ്രവർത്തകർക്കെതിരായ അക്രമം, 8 അഭിഭാഷകർക്കെതിരെ പോലീസ് കേസെടുത്തു. പാകിസ്ഥാൻ ഭീകരതയുടെ മാതാവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിയിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. കണ്ണൂരിൽ അക്രമങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത് അമിത് ഷായാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ബാംഗ്ലൂരുവിൽ നടന്ന SSF കലാപ്രതിഭോത്സവന് സമാപനം. ദക്ഷിണ കന്നഡ വീണ്ടും ജേതാക്കൾ. വിശദമായ വാർത്തകളിലേക്ക്. തന്റെ ബന്ധുക്കൾ അനധികൃത നിയമനം നേടിയെന്ന് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിനെ വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അങ്ങനെ നേടിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നതായി ചെന്നിത്തല കോട്ടയത്ത് പറഞ്ഞു. തന്റെ ഒരു ബന്ധുവിനെയും ഒരിടത്തും നിയമിച്ചിട്ടില്ലെന്നും ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. വളരെ മോശമായ പ്രചാരണം നടത്തുകയാണ്. പൊതുപ്രവർത്തകരെ അപമാനിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം നടത്തുകയാണെന്നും ചെന്നിത്തല ആരോപിച്ചു. എന്റെ ഒരു ബന്ധുവിനെ ഒരിടത്ത് നിയമിച്ചിട്ട് ഞാൻ വെല്ലുവിളിക്കുകയാണ്. വളരെ മോശമായ തരത്തിലുള്ള പ്രചരണം നടത്തുകയാണ്. എന്റെ ഒരു ബന്ധു, എന്റെ രക്തബന്ധമുള്ള ഒരാളിനെ പോലും UDF ഗവൺമെന്റ് കാലത്ത് നിയമിച്ചിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുകയാണ്. വളരെ മോശമായ തരത്തിൽ പൊതുപ്രവർത്തകന്മാരെ അപമാനിക്കാൻ ചില സോഷ്യൽ മീഡിയയിലൂടെ ആ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. വഞ്ചിയൂർ കോടതിയിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത കേസിൽ 8 അഭിഭാഷകർക്കെതിരെ കേസെടുത്തു. വനിതാ മാധ്യമപ്രവർത്തകരുടെ പരാതിയിലാണ് കേസെടുത്തത്. സ്ത്രീകളെ അപമാനിച്ചു എന്നതടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസ്. വിജിലൻസ് കോടതിയിൽ വെച്ച് അഭിഭാഷകർ നടത്തിയ അതിക്രമത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ വെള്ളിയാഴ്ച തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, സ്ത്രീത്വത്തെ അപമാനിച്ചു, സംഘം ചേർന്ന് ഭീഷണിപ്പെടുത്തി, കോടതിക്കുള്ളിൽ നിന്ന് ഇറക്കിവിട്ടു തുടങ്ങിയ കാര്യങ്ങളാണ് ഇരുവരും പരാതിയിൽ ഉന്നയിച്ചിരുന്നത്. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലവിളികൾ നാടിനാകെ വേദനയാകുമ്പോഴും വാക്കുകളുടെ വാൾപ്പയറ്റെ തുടരുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. സമാധാന ചർച്ചകൾക്ക് ഉപാധി വെച്ചും രൂക്ഷമായി പ്രത്യാക്രമിച്ചും CPM-ഉം BJP-യും രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഇന്നും കലക്കിമറിച്ചു. കണ്ണൂരിൽ അക്രമങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത് അമിത് ഷായാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിക്കുന്നത്. RSS മുന്നോട്ട് വന്നാൽ സമാധാന ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണ്. അവരോട് സമാധാനം പാലിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിക്കണമെന്നും കോടിയേരി പറഞ്ഞു. ബഹുജനങ്ങളെ അണിനിരത്തി ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് CPIM ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അത് ഞങ്ങളുടെ ഒരു ദൗർബല്യമായി കാണാൻ പാടില്ല. പ്രധാനമന്ത്രി തന്നെ ഇടപെട്ട് കേരളത്തിലെ RSSകാർ ഉപദേശിക്കണം. എന്നാൽ മാടമ്പിയുടെ ഭാഷയിലാണ് കോടിയേരി സംസാരിക്കുന്നതെന്നായിരുന്നു BJP-യുടെ പ്രത്യാക്രമണം. സമാധാനത്തിനുവേണ്ടി AKG സെന്ററിൽ പോയി ഭിക്ഷയാചിക്കാൻ തയ്യാറല്ലെന്ന് BJP നേതാവ് MT രമേശ് തുറന്നടിച്ചു. സമാധാനത്തിനുവേണ്ടി CPM ആഗ്രഹിക്കുന്നത് പോലെ AKG സെന്ററിൽ പോയി ഭിക്ഷയാചിക്കാൻ തയ്യാറല്ല എന്ന് ബഹുമാനപ്പെട്ട CPM-ന്റെ സെക്രട്ടറിയെയും മുഖ്യമന്ത്രിയെയും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പാകിസ്ഥാൻ ഭീകരതയുടെ മാതാവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോവയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ സംസാരിക്കവെയാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. പാകിസ്ഥാനെ പേരെടുത്ത് പറയാതെയായിരുന്നു വിമർശനങ്ങൾ. ഇന്ത്യയുടെ ഒരു അയൽരാജ്യവുമായി ബന്ധപ്പെട്ടാണ് തീവ്രവാദ സംഘടനകളെല്ലാം പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയ നേട്ടത്തിനായി തീവ്രവാദ പ്രവർത്തനങ്ങളെ അവർ ന്യായീകരിക്കുകയാണ്. ആ ചിന്താഗതിയെ അപലപിച്ചേ തീരൂ. ഭീകരവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി ലോകരാജ്യങ്ങൾ നിൽക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. തെരുവിൽ വീണുടഞ്ഞു പോകും കണ്ണീ, മനമിൽ ചൂടു പെയ്തിടുന്നു വെണ്ണീർ. തെരുവിൽ വീണുടഞ്ഞു പോകും കണ്ണീ, മനമിൽ ചൂടു പെയ്തിടുന്നു വെണ്ണീർ. ആശ്രയമില്ലാതെ അലയുകയാണേറെ, ഒരു ഗതി കാണാതെ ഉഴലുകയാണേറെ.
ആ തേങ്ങൽ കേട്ടിടു സോദരരെ, ആ കണ്ണീർ വാട്ടിടു സ്നേഹിതരെ, തെരുവിൽ വീണുടഞ്ഞു പോകും കണ്ണീർ. മനമിൽ ചൂട് പെയ്തിടുന്നു വെണ്ണീർ, തെരുവിൽ വീണുടഞ്ഞു പോകും കണ്ണീർ. മനമിൽ ചൂട് പെയ്തിടുന്നു വെണ്ണീർ. വിരിയും പൂ പോലെ ചിരിവിടരില്ല, ആ കരയും കുഞ്ഞുകളിൽ ചിരി കാണില്ല. വിരിയും പൂ പോലെ ചിരിവിടരില്ല, ആ കരയും കുഞ്ഞുകളിൽ ചിരി കാണില്ല. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ബേപ്പൂർ ഖാദിയും പ്രമുഖ പണ്ഡിതനുമായ പി.ടി. അബ്ദുൽ ഖാദർ മുസ്ലിയാർ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. ചെറുവണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെ 6:30ഓടെയായിരുന്നു വിയോഗം. ഖബറടക്കം ഇന്നുച്ചയ്ക്ക് ശേഷം 3 മണിയോടെ ബേപ്പൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. 18 മഹല്ലുകളിൽ ഖാദി സ്ഥാനം വഹിച്ചുവരുന്ന അബ്ദുൽ ഖാദർ മുസ്ലിയാർ കഴിഞ്ഞ 46 വർഷമായി ബേപ്പൂരിൽ ഖാദി സ്ഥാനത്ത് തുടർന്നു വരികയായിരുന്നു. ഓടക്കൽ മറിയം എന്ന കുഞ്ഞുവിയാണ് ഭാര്യ. മുഹമ്മദ് അലി സഖാഫി, അബ്ദുൽ സലാം മുസ്ലിയാർ, അഹമ്മദ് സ്വാലിഹ്, മുഹമ്മദ് ഉനീസ്, ഫാത്തിമത്ത് സൈഫുന്നീസ, സുമയ്യ, ഹാജറ, ഖദീജ, പരേതരായ ജാഫർ സ്വാദിഖ്, മുഹമ്മദ് ഇസ്മായിൽ എന്നിവരാണ് മക്കൾ. തീവ്രവാദത്തിനും ഭീകരവാദത്തിനുമെതിരെയുള്ള പോരാട്ടം മറ്റെന്നത്തേക്കാളും ശക്തിയായി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടെന്ന് കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കാന്തപുരം A.P. അബൂബക്കർ മുസ്ലിയാർ. ലോകത്തെയും സമൂഹത്തെയും സർവനാശത്തിലേക്കാണ് ഭീകരവാദികൾ നയിക്കുന്നത്. ഭരണകൂടങ്ങൾ വിചാരിച്ചാൽ മാത്രം തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം. തീവ്രവാദം, മതപരിഷ്കരണം വിചാരണ ചെയ്യപ്പെടുന്നു എന്ന തലക്കെട്ടിൽ കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന മാനവരക്ഷാ ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം കോഴിക്കോട്ട് സമസ്ത സെന്ററിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ആർക്കും കഴിയും. നാടിനും രാജ്യത്തിനും കുടുംബത്തിനും അസ്വസ്ഥതകൾ മാത്രം നൽകാനല്ലാതെ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ഒരു നന്മയും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയിലേക്ക് ഇസ്ലാം വന്നത് സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും വഴിയിലൂടെയാണ്. സൂഫികളാണ് ഈ രാജ്യത്ത് മതപ്രബോധനം ചെയ്തത്. ഈ പാരമ്പര്യ വിശ്വാസികളോട് മുഖം തിരിഞ്ഞു നിന്ന സലഫികളും മതരാഷ്ട്രവാദികളുമാണ് തീവ്രവാദ നിലപാടുകളിലേക്ക് പലരെയും വഴിതെറ്റിച്ചത്. മതത്തിന്റെ നന്മയുടെയും സൗമ്യതയുടെയും യഥാർത്ഥ ചരിത്രം മറച്ചുവെച്ച് ഭീകരതയുടെ മുഖം നൽകിയത് സലഫിസമാണെന്ന വസ്തുത ചരിത്രമറിയുന്നവർക്ക് നിഷേധിക്കാൻ കഴിയില്ല. കാന്തപുരം A.P. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി അധ്യക്ഷത വഹിച്ചു. K.K. അഹമ്മദ് കുട്ടി മുസ്ലിയാർ, C. മുഹമ്മദ് ഫൈസി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, പ്രൊഫസർ K.M. റഹീം, N. അലി അബ്ദുള്ള, മജീദ് കക്കാട് തുടങ്ങിയവർ പ്രസംഗിച്ചു. കരിപ്പൂർ വിമാനത്താവളത്തെ തകർക്കാൻ നടക്കുന്ന ഗൂഢാലോചനയിൽ പ്രതിഷേധിച്ച് SYS നവംബർ 3 നടത്തുന്ന എയർപോർട്ട് മാർച്ച് വൻ വിജയമാക്കാൻ മുഴുവൻ പ്രവാസികളും രംഗത്തിറങ്ങണമെന്ന് ICF സൗദി നാഷണൽ കമ്മിറ്റി ആഹ്വാനം ചെയ്തു. വിമാനത്താവളത്തിലെ റൺവേ പുനരുദ്ധാരണ ജോലികൾ തീർന്നാലുടൻ വലിയ വിമാന സർവീസ് പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞാണ് കരിപ്പൂരിൽ വിമാന സർവീസ് നിർത്തൽ ചെയ്തത്. എന്നാൽ ഇനിയും റൺവേ നീളം കൂട്ടിയാൽ മാത്രമേ അനുവദിക്കുകയുള്ളൂവെന്ന ഔദ്യോഗിക അനാവശ്യ തടസ്സവാദങ്ങളിലെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണം. 2015 ഏപ്രിൽ 30 സ്റ്റാറ്റസ്കോ പുനഃസ്ഥാപിക്കുക, കരിപ്പൂരിൽ ഹജ്ജ് സർവീസ് പുനഃസ്ഥാപിക്കുക, ഗൾഫിലേക്കുള്ള സീസണിലെ വിമാനക്കൊള്ള അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് എയർപോർട്ട് മാർച്ചിന്റെ ലക്ഷ്യങ്ങൾ. കരിപ്പൂർ വിമാനത്താവളത്തിനെതിരായി ഉദ്യോഗസ്ഥ ഗൂഢാലോചനകൾ ശക്തമാകുന്നുവെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് SYS ബഹുജന പങ്കാളിത്തത്തോടെ സമരരംഗത്തിറങ്ങുന്നത്. കോഴിക്കോട് എയർപോർട്ടിന്റെ ഇപ്പോഴത്തെ സ്ഥിതി വളരെ ദയനീയമാണ്. ഭാഗികമായി എയർപോർട്ട് അടച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. റൺവേക്ക് സ്ട്രെങ്തൻ പോരാ എന്നുള്ളതുകൊണ്ട് റീസ്ട്രെങ്തനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആശങ്കകൾ ഈ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. എയർപോർട്ട് അതോറിറ്റി, ഇതിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അതോറിറ്റിയും കൂടുതൽ ഭൂമി ആവശ്യമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 9 കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിലേക്കും എയർപോർട്ട് അതോറിറ്റിക്കും 10,000-കണക്കിന് ഇമെയിലുകൾ അയച്ച് സംഘടന പ്രതിഷേധം രേഖപ്പെടുത്തി. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ തിരികെ വേണം കരിപ്പൂർ എന്ന ശീർഷകത്തിൽ ക്യാമ്പയിൻ നടക്കുകയാണ്. കരിപ്പൂരിനെ തകർക്കാനുള്ള ഗൂഢാലോചനയ്ക്കെതിരെ ബഹുജന ബോധവൽക്കരണത്തിനായി 100-കണക്കിന് കേന്ദ്രങ്ങളിൽ ഇതിനകം പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. 5 ലക്ഷം പേർ ഒപ്പുവെച്ച ഭീമഹർജി ഒക്ടോബർ അവസാനം കേന്ദ്ര വ്യോമയാന വകുപ്പിന് കൈമാറും. അതിനുള്ള ഒപ്പുശേഖരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എയർപോർട്ട് മാർച്ചിന്റെ വിജയത്തിനായി സൗദിയിലെ മുഴുവൻ ICF ഘടകങ്ങളും
കർമ്മരംഗത്തിറങ്ങിക്കഴിഞ്ഞു. നാട്ടിൽ അവധിയിലുള്ള മുഴുവൻ പേരെയും മാർച്ചിൽ പങ്കെടുപ്പിക്കുന്നതിനാണ് പദ്ധതി തയ്യാറാക്കുന്നത്. ലക്ഷക്കണക്കിന് പ്രവാസികളെ ബാധിക്കുന്ന വിഷയമായതിനാൽ കരിപ്പൂരിനെതിരെ ചരടുവലിക്കുന്ന ഉദ്യോഗസ്ഥ ലോബിയെ നിലക്ക് നിർത്താൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഉടൻ തയ്യാറാകണം. അതിനായി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താൻ സംസ്ഥാന സർക്കാർ മുന്നിട്ടിറങ്ങണം എന്ന് ICF നാഷണൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ആറ്റക്കോയത്തങ്ങൾ, അബൂബക്കർ അൻവരി, അബ്ദുറഹീം പാപ്പിനിശ്ശേരി, ബഷീർ എറണാകുളം, നിസാർ കാട്ടിൽ എന്നിവർ സംബന്ധിച്ചു. UAEയുടെ വിവിധ എമിറേറ്റ്സുകളിൽ RSC സോൺ തല മത്സരങ്ങൾ സമാപിച്ചു. ദുബായ്, അബുദാബി, ഷാർജ, അൽ ഐൻ തുടങ്ങിയ സോൺ തല മത്സരങ്ങളാണ് പൂർത്തിയായത്. അബുദാബി സോൺ സാഹിത്യോത്സവിൽ മുസഫ സെക്ടർ ജേതാക്കളായി. മുസഫ മലയാളി സമാജം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ 4 വേദികളിൽ 47 മത്സര ഇനങ്ങളിലായി 500-ൽ പരം പ്രതിഭകൾ പങ്കെടുത്തു. സമാപന സംഗമം അഹലിയ ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. RSC ദുബായ് സോൺ സാഹിത്യോത്സവിൽ മുറാക്കാബാത്ത് സെക്ടർ 1ാം സ്ഥാനം നേടി. UAE 8ാമത് എഡിഷൻ നാഷണൽ സാഹിത്യോത്സവിന് അൽ ഐൻ ആതിഥ്യമരുളും. ഈ മാസം 28-ന് വെള്ളിയാഴ്ച നടക്കുന്ന നാഷണൽ സാഹിത്യോത്സവിൽ സോൺ തല ജേതാക്കളാണ് മാറ്റുരക്കുക. 2 ദിവസമായി ബാംഗ്ലൂരു ബന്നാർഘട്ടയിൽ നടന്നുവരികയായിരുന്ന 23ാമത് കർണാടക സ്റ്റേറ്റ് SSF ക്യാമ്പസ് പ്രതിഭോത്സവിന് ഉജ്ജ്വല സമാപനം. 166 പോയിന്റുകളോടെ ദക്ഷിണ കന്നഡ ജില്ല വീണ്ടും ഒന്നാമതെത്തി. കഴിഞ്ഞ തവണയും ദക്ഷിണ കന്നഡക്കായിരുന്നു 1ാം സ്ഥാനം. 147 പോയിന്റുള്ള ബാംഗ്ലൂരുവാണ് രണ്ടാമത്. 116 പോയിന്റോടെ കുടക് മൂന്നാമതെത്തി. യഥാക്രമം സീനിയർ, ജൂനിയർ കലാപ്രതിഭകളായി ബാംഗ്ലൂരു ജില്ലയിലെ ഹനീഫിനെയും സയ്യിദിനെയും തിരഞ്ഞെടുത്തു. സമാപന സമ്മേളനം പ്രശസ്ത കവി രാമകൃഷ്ണ ഗൌഡ ഉദ്ഘാടനം ചെയ്തു. 1ാം സ്ഥാനക്കാർക്കുള്ള ട്രോഫി വിതരണം മർക്കസ് കൈക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഹയർ ഇസ്ലാമിക് സ്റ്റഡീസ് ചെയർമാൻ SSA ഖാദർ നിർവഹിച്ചു. 2ാം സ്ഥാനക്കാർക്ക് മലബാർ മുസ്ലിം അസോസിയേഷൻ പ്രസിഡന്റ് TC സിറാജ് ട്രോഫി നൽകി. 3ാം സ്ഥാനക്കാർക്കുള്ള സമ്മാനദാനം ഖബീർ അൽഫൈൻ നിർവഹിച്ചു. രാവിലെ നടന്ന ഉദ്ഘാടന സമ്മേളനം ഡോക്ടർ സമീർ പാക്ഷ IAS ഉദ്ഘാടനം ചെയ്തു. പ്രതിഭോത്സവ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം കവിയരങ്ങും ക്യാമ്പസ് എഴുത്തുകാരുടെ സംഗമവും നടന്നിരുന്നു. കന്നഡ, ഉറുദു, അറബി, ഇംഗ്ലീഷ് ഭാഷകളിലാണ് മത്സരങ്ങൾ നടന്നത്. തീവ്രവാദത്തിനെതിരെ ക്യാമ്പയിൻ നടത്തുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും തീവ്രവാദത്തിന്റെ പേരിൽ സലഫി സംഘടനകളെ നോവിച്ചാൽ തങ്ങൾക്കും പൊള്ളുമെന്ന് തുറന്നു പറഞ്ഞ മുസ്ലിം ലീഗ്. തീവ്രവാദം സംബന്ധിച്ച് ലീഗിന്റെ ഇരട്ടത്താപ്പ് ഇന്നലെ നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും നേതാക്കൾ ആവർത്തിച്ചു. തീവ്രവാദത്തിനെതിരായ നടപടിയുടെ പേരിൽ അന്വേഷണ ഏജൻസികൾ അമിതാവേശം കാണിക്കുന്നുവെന്നാണ് ലീഗ് നേതാക്കൾ യോഗത്തിനു ശേഷം പ്രതികരിച്ചത്. വിവാദ പ്രസംഗത്തിന്റെ പേരിൽ ശംസുദ്ദീൻ പാലത്തിനെതിരെയും വിവാദ പാഠപുസ്തകത്തിന്റെ പേരിൽ പീസ് സ്കൂളിനെതിരെയും കേസെടുത്ത നടപടിയെയും നേതാക്കൾ വിമർശിക്കുന്നുണ്ട്. ശംസുദ്ദീന്റെ പ്രസംഗത്തെ ന്യായീകരിക്കുന്നില്ലെന്നും പാഠപുസ്തകത്തിലെ വിവാദ ഭാഗം പഠിപ്പിക്കുന്നതിനെ അംഗീകരിക്കുന്നില്ലെന്നും പറയുമ്പോൾ തന്നെയാണ് അവർക്കെതിരെ കേസെടുത്തതിനെ വിമർശിക്കുന്നത്. പാഠപുസ്തകങ്ങളിൽ മതസൗഹാർദ്ദം തകർക്കുന്ന തരത്തിൽ പരാമർശമുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനാണ് ആവശ്യപ്പെടേണ്ടതെന്നാണ് ലീഗിന്റെ വാദം. ശംസുദ്ദീൻ പാലത്തിന്റെ പ്രസംഗം ശരിയല്ലെന്നും എന്നാൽ UAPA ചുമത്താൻ പാടില്ലായിരുന്നുവെന്നും ലീഗ് നേതാക്കൾ പറയുന്നു. തീവ്രവാദത്തിന്റെ പേരിൽ സലഫി നേതാക്കൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ നടപടിയെടുക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് പരാതി ബോധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ലീഗ് നേതാക്കൾ. തീവ്രവാദത്തിന് കാരണം മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന മതസംഘടനകളിലൊക്കെയാണ്, അവരുടെ പുസ്തകങ്ങളാണ്, അവരുടെ പഠനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ഒരു അമിതാവേശം കാണിക്കലാണ്. പോലീസ് എടുക്കേണ്ട നിലപാടിനെ സംബന്ധിച്ച് ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് ചർച്ച ചെയ്യും. ഇക്കാര്യത്തിൽ ചേളാരി സമസ്തയുടെ എതിർപ്പ് കാര്യമാക്കേണ്ടെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. മാത്രമല്ല, മുസ്ലിം സംഘടനകളെ ഇക്കാര്യത്തിൽ യോജിപ്പിച്ച് ക്യാമ്പയിനിനും നീക്കമുണ്ട്. തീവ്രവാദത്തിന്റെ പേരിൽ നേരത്തെയും കേരളത്തിലെ യുവാക്കളെ കേസിൽ കുടുക്കിയിരുന്നുവെങ്കിലും അന്നൊക്കെ മൗനം പാലിച്ച ലീഗ് നേതൃത്വം സലഫി നേതാക്കളെ തൊട്ടപ്പോൾ രംഗത്തുവന്നത് മുസ്ലിം സംഘടനകളിലും ചർച്ചയായിരുന്നു. നേരത്തെ ചേളാരി സമസ്ത സലഫിസത്തെ എതിർത്ത് രംഗത്തുവന്നപ്പോൾ മുസ്ലിം ലീഗ് വിലങ്ങ് സൃഷ്ടിച്ചിരുന്നു. ഇസ്ലിനെ എതിർക്കാം, പക്ഷേ സലഫികളെ ഒന്നും പറയരുതെന്നാണ് മുസ്ലിം ലീഗ് ചേളാരി സമസ്തക്കും പോഷക സംഘടനകൾക്കും നൽകിയിരിക്കുന്ന താക്കീത്. സലഫി സംഘടനകൾക്കെതിരെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കരുതെന്ന് നേരത്തെ ചേളാരി സമസ്തക്ക് ലീഗ് നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും അവർ ലംഘിച്ചത് ഇരു സംഘടനകളും തമ്മിലുള്ള ഉൾപ്പോരിന് വഴിവെച്ചിരുന്നു. 1.5 വർഷത്തിനിടെ ഇസ്ലിലേക്ക് നിരവധി മലയാളികൾ ചേക്കേറിയിട്ടുണ്ടെന്നും ഈ ഒഴുക്കിന് വിധേയരാകുന്നവരെല്ലാം ഒരു പ്രത്യേക ആശയധാര വെച്ചു പുലർത്തുന്നവരാണെന്നതുമാണ് സലഫികൾ പ്രതിക്കൂട്ടിലാകാൻ കാരണമായത്. അവസാനമായി പ്രധാന വാർത്തകൾ.
തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കേരള മുസ്ലിം ജമാഅത്ത് മാനവരക്ഷാ ക്യാമ്പയിന് തുടക്കമായി. ബേപ്പൂർ ഖാദിയും പ്രമുഖ പണ്ഡിതനുമായ PT അബ്ദുൽ ഖാദർ മുസ്ലിയാർ അന്തരിച്ചു. ഇന്ന് രാവിലെയായിരുന്നു വിയോഗം. കരിപ്പൂർ വിമാനത്താവളത്തെ തകർക്കാൻ നടക്കുന്ന ഗൂഢാലോചനയിൽ പ്രതിഷേധിച്ച് നവംബർ 3 SYS എയർപോർട്ട് മാർച്ച് വൻ വിജയമാക്കണമെന്ന് ICF. തന്റെ ബന്ധുക്കൾ അനധികൃത നിയമനം നേടിയെന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വഞ്ചിയൂർ കോടതിയിൽ മാധ്യമപ്രവർത്തകർക്കെതിരായ അക്രമം 8 അഭിഭാഷകർക്കെതിരെ പോലീസ് കേസെടുത്തു. പാകിസ്ഥാൻ ഭീകരതയുടെ മാതാവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിയിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. ബാംഗ്ലൂരുവിൽ നടന്ന SSF കലാപ്രതിഭോത്സവിന് സമാപനം. ദക്ഷിണ കന്നഡ വീണ്ടും ജേതാക്കൾ. കണ്ണൂരിൽ അക്രമങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത് അമിത് ഷായാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇതോടെ KMAC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം kmacnewstime@gmail.com. കൂടുതൽ വാർത്തകൾക്കായി www.sunnyonlineclass.com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.